ഹലോ, എല്ലാവർക്കും പെയ്തൊഴിയാതെ എന്ന സീരിയലിൻ്റെ മറ്റൊരു റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ. ഏറ്റവും അവസാനം നമ്മൾ അപ്ലോഡ് ചെയ്ത റിവ്യൂവിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് പോവാം. നമ്മുടെ ചാനൽ കൂടുതലും ആളുകളും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. അങ്ങനെയുള്ളവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്. അപ്പോൾ നമുക്ക് റിവ്യൂയിലൊക്കെ കിടക്കാം. തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രേയയാണ്. ശ്രേയ മനസ്സിൽ വിചാരിക്കുകയാണ്, അത് ശരി, എന്നെ വായി തോന്നിയതല്ല നിൻ്റെ അച്ഛനും നീയും കൂടെ വന്ന് പറയുമല്ലേടാ ആകാശേ. എങ്കിൽ പിന്നെ നിനക്കും നിൻ്റെ ചേട്ടനും ഇടയിൽ ഇന്ന് നല്ല പൊരിഞ്ഞിടി നടക്കും. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. നീയും നിൻ്റെ ചേട്ടനും എൻ്റെ കയ്യിൽ കെട്ടിയിരിക്കുന്ന വെറും ചെണ്ട മാത്രമാണ്. നിങ്ങളെ രണ്ടെണ്ണത്തിനും ഞാൻ കൊട്ടിക്കൊണ്ടേയിരിക്കും. നിങ്ങളത് മനസ്സിലാക്കാതെ പരസ്പരം കൊട്ടും. എന്താ വേണ്ടതെന്നുള്ളത് എനിക്കറിയാമെന്ന് പറഞ്ഞുകൊണ്ട് നേരെ നമ്മുടെ അരവിന്ദിനെ വിളിക്കുകയാണ്. അങ്ങനെ അരവിന്ദ് കോൾ എടുക്കുകയാണ്. ആ മാഡം പറയ്. അരവിന്ദ്, ഇൻ്റർവ്യൂ ഒക്കെ എങ്ങനെ പോകുന്നു? ഇൻ്റർവ്യൂ നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. ആദ്യത്തെ റൗണ്ട് കഴിഞ്ഞു. ഇനി അടുത്ത റൗണ്ടിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗിലാണ് മാഡം. ഓ, അങ്ങനെയാണോ? ഞാൻ വേണമെങ്കിൽ റെക്കമെൻഡ് ചെയ്യണോ? അയ്യോ മാഡം, എനിക്ക് റെക്കമെൻഡേഷനൊന്നും വേണ്ട. എൻ്റെ സ്വന്തം അധ്വാനത്തിൽ എനിക്ക് ഇൻ്റർവ്യൂ പാസ്സാവണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ മാഡം റെക്കമെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുക? അതുകൊണ്ട് മാഡം എനിക്ക് റെക്കമെൻഡേഷനൊന്നും ചെയ്യേണ്ട. പക്ഷേ മാഡം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. അതെന്താ അരവിന്ദ്, ഞാൻ പ്രാർത്ഥിക്കില്ല എന്നാണോ അരവിന്ദ് വിചാരിക്കുന്നത്? ഞാൻ എപ്പോഴും അരവിന്ദിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ താൻ ഇൻ്റർവ്യൂവിന് പോയിരിക്കുന്ന കമ്പനിയുടെ പേരെന്താ? ഏതോ ഒരു കമ്പനിയുടെ പേര് അരവിന്ദ് പറയുകയാണ്. എങ്കിൽ പിന്നെ ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കോള് കെട്ടുകയാണ്. അപ്പോൾ സ്നേഹം കൊണ്ടിട്ട് ഭാര്യയെ വിളിച്ചതാണെന്ന് വിചാരിച്ച അരവിന്ദിന് വലിയ സന്തോഷമാണ്. ഇതേ സമയത്ത് ശ്രേയ മനസ്സിൽ വിചാരിക്കുകയാണ്, എങ്കിലേ ഈ ഇൻ്റർവ്യൂവിന് പോയാൽ നിനക്ക് ജോലി കിട്ടില്ലടാ. കിട്ടാതിരിക്കാൻ എന്ത് വേണമെന്ന് ഞാൻ തന്നെ ചെയ്യും. അത് നിൻ്റെ അനിയൻ്റെ തലയിൽ വന്ന് വീഴുകയും ചെയ്യും. അങ്ങനെ പിയോട് പറയുകയാണ്. അതായത് ഈ അരവിന്ദ് പറഞ്ഞ അതേ കമ്പനിയിലേക്ക് ലൈസൻസ് ഇതുവരെ പുതുക്കിയിട്ടില്ല എന്നൊരു കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട്. അതന്വേഷിക്കാൻ വേണ്ടിയിട്ട് ആകാശിനോട് ചെല്ലാൻ പറയുകയാണ്. ഈ സമയത്ത് പി ചോദിക്കുകയാണ്, മാഡം ആകാശ് സാറിനോട് പറയണോ? ആകാശിനോട് തന്നെയാണ് പറയേണ്ടത്, ചെന്ന് പറയണമെന്ന് പറയുകയാണ്. അങ്ങനെ അയാൾ നേരെ ചെന്നിട്ട് ആകാശിനോട് പറയുകയാണ്, ഇന്ന കമ്പനിയിൽ ഇതുവരെ ലൈസൻസ് പുതുക്കിയിട്ടില്ല, അതിനെക്കുറിച്ചിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് താൻ ചെല്ലണം, കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ടെന്ന് പറയുകയാണ്. ആണോ? ശരി, ഞാൻ പോയിക്കോളാം. അല്ല, ഈ കമ്പനിയുടെ പേര് കേട്ടിട്ട് ഇന്നിപ്പോൾ അരവിന്ദ് ഇൻ്റർവ്യൂവിന് പോയിരിക്കുന്നത് ഇതേ കമ്പനിയിലേക്ക് തന്നെയാണല്ലോ. ഞാനാണ് അരവിന്ദിനെ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്തത്. ഇനിയിപ്പോൾ ശ്രേയ എന്തെങ്കിലും ഒരു പണി ഒപ്പിക്കുന്നതായിരിക്കുമോ? ഇനിയിപ്പോൾ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്നെ അരവിന്ദിനെയും തമ്മിൽ തെറ്റിക്കാൻ അവൾ എന്തെങ്കിലും ചെയ്യുമോ? ഇനിയിപ്പോൾ പറഞ്ഞ സ്ഥിതിക്ക് പോവാതിരിക്കാനും പറ്റില്ല. എന്തായാലും പോയേക്കാം, നമ്മൾ ചെന്ന് അന്വേഷിക്കുന്നു, അത്രയല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ആകാശ് പാവം അരവിന്ദ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിരിക്കുന്ന അതേ കമ്പനിയിലേക്ക് ചെല്ലുകയാണ്. അവിടെ ചെല്ലുമ്പോൾ അരവിന്ദിനെ കാണുകയാണ്. അങ്ങനെ അരവിന്ദ് ചോദിക്കുകയാണ്, എടാ നീ എന്താ ഇവിടെ? ഞാനേ ഒരു ജോലിക്കാരിയുമായിട്ട് ബന്ധപ്പെട്ട് ഞാനിവിടെ വന്നതാണ്. അത്യാവശ്യം എനിക്കൊന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ഞാനത് കഴിഞ്ഞ് പോയിക്കോളാം. അത് ശരി, എങ്ങനെ ഉണ്ടായിരുന്നടാ നിൻ്റെ ഇൻ്റർവ്യൂ? നന്നായിട്ട് പോയടാ. ഫസ്റ്റ് റൗണ്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, സെക്കൻഡ് റൗണ്ട് വലിയ കുഴപ്പമുണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. നിന്നെക്കൊണ്ട് പറ്റുംടാ. നീ സമാധാനമായിട്ട് ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്ത് വിജയി ഭവ എന്ന് പറയുകയാണ്. അങ്ങനെ നേരെ അരവിന്ദ് മാനേജറിനെ ചെന്ന് കാണുകയാണ്. സർ, നിങ്ങളുടെ ഇൻ്റർവ്യൂ ടൈമാണ് ഇതെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ഞാനിപ്പോൾ വന്നത് നിങ്ങൾ ഇതുവരെ ലൈസൻസ് പുതുക്കിയിട്ടില്ല എന്നൊരു കംപ്ലൈൻറ്റ് വന്നതിനെ തുടർന്നിട്ടാണ് ഞാനിപ്പോൾ അത് അന്വേഷിക്കാൻ വന്നത്. ഓ സാർ, ഞാൻ കൃത്യമായിട്ട് ലൈസൻസ് പുതുക്കുന്ന കമ്പനി തന്നെയാണല്ലോ, അതൊന്നും പെൻഡിങ്ങിൽ ഞാൻ വെച്ചിട്ടില്ല. അങ്ങനെയാണോ? എങ്കിൽ പിന്നെ അതിൻ്റെ ഡോക്യുമെൻ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് തരാമോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ആകാശിന് കൊടുക്കുകയാണ്. അങ്ങനെ ആകാശം നോക്കുമ്പോൾ ശരിയാണല്ലോ, ലൈസൻസൊക്കെ പുതുക്കിയ കമ്പനി തന്നെയാണല്ലോ. എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യും, ഈ ഫോട്ടോസൊക്കെ ഒന്ന് ഈ നമ്പറിലേക്ക് മെയിൽ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇമെയിൽ ID കൊടുക്കുകയാണ്. അങ്ങനെ നേരെ PA വിളിച്ചിട്ട് പറയുകയാണ്, ഇവിടെ ലൈസൻസൊക്കെ പുതുക്കിയിരിക്കുന്ന ആണല്ലോ കമ്പനി. ആണോ സാർ? കംപ്ലൈൻറ്റ് പിന്നെ എന്തിൻ്റെ പേരിലാണ് വന്നതെന്ന് അറിയില്ലല്ലോ സാർ. എന്തായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആകാശ് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ചു പോരുകയാണ്. അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ വീട്ടിൽ കാണിക്കുകയാണ്. രമേശ് ചേട്ടനാണെങ്കിൽ ആകെ ഒടിഞ്ഞു കുത്തിയിരിക്കുകയാണ് കേട്ടോ. അയ്യോ, എന്നാലും എന്നെയാണല്ലോ വീഴ്ത്താനായിട്ട് കണ്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞിങ്ങനെ പാരാധീനതയൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ദേ വരുന്നു ആ വില്ലൻ്റെ തോളത്ത് തേങ്ങ വീണ കാര്യം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞതാണല്ലോ. അപ്പോൾ അയാളാണെങ്കിൽ തൻ്റെ തോളൊക്കെ വേദനിച്ച് അങ്ങേയറ്റമായിട്ട് വേദന സഹിക്കാൻ പറ്റാതെ വരികയാണ്. അപ്പോൾ ചാരു ചോദിക്കുകയാണ്, അയ്യോ എന്തിനിപ്പോൾ ഇങ്ങോട്ട് വന്നത് മാമ? നിങ്ങൾക്ക് റൂമിൽ തന്നെ കഴിഞ്ഞാൽ പോരായിരുന്നോ? വേദന നന്നായിട്ട് എടുക്കുന്നുണ്ടാവുമല്ലേ?
അപ്പോൾ ആ മുത്തശ്ശി പറയുകയാണ്, ഞാൻ പറഞ്ഞതാ ചാരു, പുറത്തേക്കൊന്നും ഇറങ്ങണ്ടാന്ന്. മോളെ, എനിക്ക് എങ്ങനെ റൂമിലിരിക്കാൻ പറ്റും? നിൻ്റെ മാമൻ എത്രത്തോളം വിഷമിക്കുന്നുണ്ടാവും. നിൻ്റെ മാമൻ്റെ പ്രിയപ്പെട്ട പശുക്കളല്ലേ ചത്തുപോയത്. ആയിട്ടുങ്ങളുടെ കാര്യം അറിയാൻ വേണ്ടിയിട്ട് എനിക്ക് വെമ്പലായിരുന്നു. മോളെ, കേസ് കൊടുത്തിട്ട് പോലീസ് എന്ത് പറഞ്ഞു? അത് പിന്നെ സാമ്പിൾ ഞാൻ കൊണ്ടേ കൊടുത്തു. ഇനിയിപ്പോൾ അത് ടെസ്റ്റിന് അയച്ചതിന് ശേഷം എവിടെ നിന്നാണ് അത് വരുത്തിയിരിക്കുന്നത്, എന്താണ് പശുക്കളെ കൊല്ലാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന വിഷം എന്നൊക്കെ കണ്ടുപിടിക്കണം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ആളാരാണെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുമെങ്കിലേ. ഇത് കേട്ട് ഇയാൾക്കാകെ ടെൻഷനാവാട്ടോ, എങ്ങാനും ഇയാൾ കൊണ്ടുവന്നതാണെന്ന് തെളിഞ്ഞാലോ എന്ന് ഓർത്തിട്ട്. അപ്പോഴാണ് ബാലമാഷ് വരുന്നത്. ബാലമാഷ് വരുമ്പോഴത്തേക്കും ഇങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോൾ ബാലമാഷ് വിചാരിക്കുകയാണ്, തൻ്റെ കൂട്ടുകാരൻ എന്താ പറ്റിയത്? അയ്യോ, നിനക്ക് എന്താടാ പറ്റിയത്? നിനക്ക് എന്തു പറ്റി? എടാ ബാല, അങ്ങനെ പ്രശ്നമൊന്നുമില്ല. നീ പോലീസ് സ്റ്റേഷനിലേക്ക് പോയില്ലേ? ആ സമയത്ത് തോപ്പിലെ ഒരു തേങ്ങ എൻ്റെ തോളത്ത് വീണതാ. എടാ, തെങ്ങ് ചതിക്കില്ല എന്നാണല്ലോടെ പറഞ്ഞു കേട്ടിരിക്കുന്നത്. തേങ്ങ അങ്ങനെയൊന്നും ആരുടെയും തലയിലോ മേത്തോ ഒന്നും വീണതായിട്ട് ചരിത്രവും കേട്ടിട്ടില്ല. ഇതിപ്പോൾ നിൻ്റെ മേത്ത് വീഴാൻ കാരണം എന്താ? അതെനിക്കറിയില്ലടാ. നിൻ്റെ തോപ്പിലെ തെങ്ങുകൾക്ക് എന്നോട് ഇത്രയും ദേഷ്യം അതെന്തിനാണെന്നുള്ളത് എനിക്കറിയില്ലടാ. നിനക്കിപ്പോൾ എങ്ങനെയുണ്ടടാ? എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാനിപ്പോൾ ശരിയായി തുടങ്ങി. എടാ, എന്തായി കാര്യങ്ങൾ? എന്തായിടാ കാര്യങ്ങളെന്ന് ചോദിച്ചാൽ, കേസ് കൊടുത്തിട്ടുണ്ടല്ലോ, ഇനി എന്തായാലും ബാക്കിയെല്ലാം പോലീസുകാർ നോക്കിക്കോളും. എന്നാലും എൻ്റെ ബാല, നീ കരയുന്നത് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റിയില്ലടാ. എനിക്ക് പശുക്കളെന്ന് വെച്ചാൽ ജീവനാണ്. എൻ്റെ ജീവനായിട്ടുള്ള ആയിട്ടുകൾ ഇങ്ങനെ കരയുന്നത് കാണുമ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം തോന്നി. ആരാണ് എൻ്റെ പശുക്കളെ കൊന്നതെങ്കിലും ഞാൻ കണ്ടെത്തും എന്ന് പറയുകയാണ്. ഈ സമയത്ത് ആ ദ്രൗപദി മുത്തശ്ശിയുടെ മുഖം ആകെ കൂടെ ചിരിച്ചത് അവസ്ഥയിലാവുകയാണ്. എടാ, 10 പശുക്കൾ ചത്തപ്പോൾ നിനക്ക് സമാധാനം കിട്ടുന്നില്ലേ? അപ്പോൾ എൻ്റെ ഭർത്താവിനെ നീ കാരണം ഞാൻ നഷ്ടപ്പെടുത്തിയപ്പോൾ എന്തോരം വിഷമം ഞാനും എൻ്റെ മക്കളും അനുഭവിച്ചിട്ടുണ്ടാവും. ഇനി നീ പതിയെ നീ സ്വയം ഇല്ലാതെയാവും. അപ്പോൾ നീ എങ്ങനെയാണ് വിഷമിക്കാൻ പോകുന്നത് എന്നൊക്കെ അവരിങ്ങനെ ചിന്തിക്കാട്ടോ. അടുത്ത സീനിലാണെങ്കിൽ ബാലമാഷിനോട് നമ്മുടെ ചാരു ചോദിക്കുകയാണ്, മാമ ഇപ്പോൾ ശ്രേയയുടെ ഓഫീസിലേക്കല്ലേ മാമൻ പോയത്? അവളോട് എന്ത് ചോദിച്ചു? അപ്പോൾ ഇത് കേട്ട് ഹേമയും ആകെ ഞെട്ടിപ്പോവാണ്. ശ്രേയയുടെ ഓഫീസിലേക്ക് ചെല്ലേണ്ട കാര്യം എന്തിരിക്കുന്നു എന്നുള്ള രീതിയിൽ ചിന്തിക്കുകയാണ്. സമയത്ത് ബാലമാഷ് പറയുകയാണ്, അവളെന്ത് പറയാനേട്ടാ, ഞാനിതൊന്നും ചെയ്തിട്ടില്ല, ഞാൻ ഇത്രയും വലിയ പാപമൊന്നും ചെയ്തിട്ടില്ല എന്ന് അവൾ എന്നോട് വെല്ലുവിളിച്ചു. അവളാണ് ചെയ്തതെങ്കിൽ തെളിയിക്കാനും പറഞ്ഞു. ഇത് കേട്ട് ഹേമയ്ക്ക് ദേഷ്യം വരികയാണ്. അങ്ങനെ എൻ്റെ പൊന്നു പറഞ്ഞെങ്കിൽ എന്തിപ്പോൾ ഇത്ര തെറ്റ്? എൻ്റെ പൊന്നുവിനെന്താ നിങ്ങളുടെ പശുക്കളെ കൊല്ലുന്നതാണോ ജോലി? അവൾക്ക് മനുഷ്യനെ കൊല്ലാനും യാതൊരു മടിയില്ലാത്തവളാണ്. അവളുടെ കാര്യം നേടാൻ വേണ്ടിയിട്ട് മനുഷ്യനെന്നല്ല ഏത് മൃഗങ്ങളെയും ദ്രോഹിക്കാനായിട്ട് തയ്യാറെടുത്തവളാണ്. അവൾ ചിലപ്പോൾ പശുവിനെ കൊന്നെന്നിരിക്കും. എനിക്ക് അവളെ യാതൊരു തരത്തിലുള്ള വിശ്വാസമില്ല. നോക്ക്, എൻ്റെ പൊന്നു ഇവിടെ അറിയപ്പെടുന്ന ഒരു ജോലിക്കാരിയാണ്. എന്നിട്ട് എൻ്റെ പൊന്നുവിനോട് ചെന്ന് ചോദിച്ചിരിക്കുകയാണ്, നിങ്ങളുടെ പശുക്കളെ കൊന്നത് അവളാണോ എന്ന്. അവൾ ആട്ടിവിടാതിരുന്നത് നിങ്ങളുടെ ഭാഗ്യം. അവൾ എന്തായാലും ഇവിടെ വന്ന് അവൾക്ക് ദേഷ്യം വരും. ഉറപ്പായിട്ടും അവൾ ഇവിടെ രുദ്രതാണ്ഡവം ആടും. അതിനൊക്കെ കാരണം നിങ്ങൾ തന്നെയാണ്. അവൾ എന്താണോ താണ്ഡവം ആടാത്തത്? പിന്നെ അവൾ ഇനിയിപ്പോൾ എന്തൊക്കെ വിചാരിച്ചെന്ന് പറഞ്ഞാലും എൻ്റെ പശുക്കളെ കൊന്നത് അവളാണെന്നുള്ളത് എനിക്ക് പൂർണ്ണമായിട്ടും അറിയാം. ആ കൊലപാതകയെ ഞാൻ കണ്ടെത്തുന്ന നിമിഷം വരെ ഉള്ളൂ നിൻ്റെ പൊന്നുവിളി. അത് കഴിഞ്ഞാൽ അവൾ ഈ വീടിൻ്റെ പടിക്ക് പുറത്താണെന്ന് പറയുകയാണ്. ഈ സമയത്ത് ഹേമയ്ക്കും അതുപോലെ തന്നെ അശ്വതിക്കും ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ്. അച്ഛൻ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള രീതിയിൽ അവരും സംസാരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ചാരു പറയുകയാണ്, മാമ അതെന്തായാലും കേസ് കൊടുത്തിട്ടുണ്ടല്ലോ, ഇനി ആ കേസ് തെളിയിക്കട്ടെ. ആരാണ് നമ്മുടെ പശുക്കളെ കൊന്നതെങ്കിലും അത് നമുക്ക് കണ്ടെത്താൻ പറ്റും. അതുവരെ നിങ്ങളൊക്കെ ഒന്ന് മിണ്ടാതിരിക്കുമെന്ന് പറയുകയാണ്. പെട്ടെന്നാണ് ബാലമാഷിനൊരു കോൾ വരുന്നത്. അങ്ങനെ ബാലമാഷ് കോൾ അറ്റൻഡ് ചെയ്യുകയാണ്. അപ്പോൾ വിളിച്ചത് മറ്റാരുമല്ല, ഈ പശുക്കളെയൊക്കെ ചികിത്സിക്കുന്ന മൃഗഡോക്ടറാണ് വിളിച്ചത്. അങ്ങനെ ബാലമാഷിനോട് പറയുകയാണ്, സാറിൻ്റെ വിഷമം ഞാൻ കണ്ടതാണ്. പക്ഷേ മാഷ് വിഷമിക്കേണ്ട, മാഷിന് സന്തോഷിക്കാനായിട്ടുള്ളൊരു വിവരം ഞാനിപ്പോൾ പറയാൻ പോവാണ്. എനിക്കെന്ത് സന്തോഷമാണ് സാറേ വരിക. കാരണം എൻ്റെ പശുക്കളും ചത്തപ്പോൾ തന്നെ എൻ്റെ പാതി ജീവൻ പോയി. ഇനിയിപ്പോൾ എങ്ങനെ ഞാൻ സന്തോഷിക്കാനാ? ബാലമാഷെ, നിങ്ങൾ വിഷമിക്കാതിരിക്കുക. നിങ്ങളുടെ പശുക്കളുണ്ടല്ലോ, അവർ ചത്തു എന്നുള്ളത് എൻ്റെ തെറ്റായിട്ടുള്ള ഒരു നിഗമനമായിരുന്നു. അവർ ചത്തിട്ടില്ലാന്നേ.
കുറച്ച് ജീവൻ അവരുടെ എല്ലാതിൻ്റെയും ഉള്ളിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാവരുടെയും ജീവൻ തിരിച്ചു പിടിച്ചിട്ടുണ്ട്. നിങ്ങളുടെ പശുക്കളൊക്കെ പരിപൂർണമായിട്ടുള്ള ആരോഗ്യത്തോടു കൂടി പിരിപ്പുണ്ടെന്ന് പറയുകയാണ്. ഇത് കേട്ട് മാലമാഷിന് സന്തോഷം സഹിക്കാൻ പറ്റുന്നില്ല. എന്താ പറയുന്നത് ഡോക്ടറെ? നിങ്ങളീ പറയുന്നത് സത്യമാണോ? ഞാനീ പറയുന്നത് പരിപൂർണമായിട്ട് നിങ്ങൾക്ക് വിശ്വസിക്കാം, നേരിട്ട് വന്ന് കാണാലോ എന്ന് പറയുകയാണ്. അങ്ങനെ ബാലമാഷിന് വലിയ സന്തോഷമാവാണ്. ബാലമാഷ് വീട്ടിലെല്ലാവരോടും പറയുകയാണ്, കണ്ടോ എൻ്റെ പശുക്കളെ ദൈവം വിളിച്ചില്ല, എൻ്റെ പശുക്കൾക്ക് എല്ലാത്തിനും ജീവനുണ്ടെന്ന്. ഏതോ മഹാഭാവി എൻ്റെ പശുക്കളെ കൊല്ലാൻ നോക്കിയെങ്കിലും ദൈവം ഞങ്ങളെ കൈവിട്ടില്ല എന്നൊക്കെ ബാലമാഷ് പറയുകയാണ്. ഇത് കേട്ട് ആ വില്ലൻ്റെ അമ്മയ്ക്കും ഒക്കെ ദേഷ്യം സഹിക്കാൻ പറ്റാതെ വരികയാണ്. എത്രയൊക്കെ ഇവർ ബാലമാഷിനെ താറടിച്ച് കാണിക്കാനും ബാലമാഷിൻ്റെ കുടുംബത്തെയും പശുക്കളെയൊക്കെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാലും ഏതെങ്കിലും ഒരു രീതിയിൽ അതെല്ലാം പാളിപ്പോവലാണ് പതിവ്. അത് ഓർത്തിട്ട് ഇവർക്ക് തന്നെ ഇവരോട് പുച്ഛം തോന്നുകയാണ് കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് ഈ ഭാഗങ്ങളിൽ നടക്കുന്നത്. ഇതിന് ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ നമ്മൾ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ചെയ്യുന്നതായിരിക്കുള്ളൂ. റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട്. അങ്ങനെയുള്ളവർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്. പിന്നെ എപ്പോഴും കമൻറ്റ് ചെയ്യുന്ന നമ്മുടെ സുഹൃത്തുക്കൾ ഇതിനും കമൻറ്റ് ചെയ്യും എന്നെന്നെ വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു റിവ്യൂ ആയിട്ട് വരാം. അതുവരെ ടാറ്റാ.